നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കണ്ട് കണ്ട് കേട്ട് കേട്ട് തൊട്ട് തൊട്ട്. അയ്യമ്മ ചെണ്ടമേളം. പുസ്തകവും ചോറ്റുപാത്രം കൊടയും എല്ലാം തട്ടിമറിച്ച് ടോട്ടോ ജനാലയ്ക്കരികിലേക്ക് ഒറ്റ ഓട്ടം. കുട്ടികളെല്ലാം കൂവേ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പിറകെ പാഞ്ഞു. ടീച്ചർ അമ്മയ്ക്ക് കലി കയറി. കുരുത്തകെട്ട കുട്ടി, ഈ പള്ളിക്കുടത്തിനെ ഇവൾ പൊളിച്ചടുക്കും. ടോട്ടോ, ഇവിടെ വാ, ടീച്ചർ അലറി വിളിച്ചു. അവൾ മടിച്ചു ടീച്ചറിന്റെ അടുത്തെത്തി. നാളെ തന്നെ നിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവരണം, ടീച്ചർ പറഞ്ഞു. ടോട്ടോയ്ക്ക് സന്തോഷമായി. അമ്മയുടെ കൂടെ നടക്കാൻ എന്ത് രസമാണ്. പിറ്റേ ദിവസം ടോട്ടോയുടെ അമ്മയെ കണ്ടപാടെ ടീച്ചർ അവരെ മുറിയിലേക്ക് ഇരുത്തിയിട്ട് ടോട്ടോയോട് കളിച്ചു കൊള്ളാൻ പറഞ്ഞു. കേൾക്കാത്ത താമസം അവൾ പുറത്തേക്ക് പാഞ്ഞു. ടോട്ടോയുടെ അമ്മേ, ഈ വികൃതി കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടി. അവൾ എന്തെങ്കിലും ഒപ്പിക്കാത്ത ഒരു ദിവസവുമില്ല. ഇന്നലത്തെ ചെണ്ടമേളത്തിന്റെ കഥ അവൾ പറഞ്ഞല്ലോ. അമ്മ തലകുലുക്കി. മെനിങ്ങന്നത്തെ കഥ കേൾക്കണ്ടേ? ടീച്ചർ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ ഒറ്റ ഓട്ടം. ജനാലയ്ക്ക് വെളിയിൽ തലയിട്ട് ഒരു കുരുവിയോട് കിണ്ണാരം പറയുക. നിങ്ങളാണ് ടീച്ചറെങ്കിൽ ഇവളെ എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ടീച്ചർ പിണങ്ങില്ലെങ്കിൽ പറയാം. അത്ര രസിച്ചില്ലെങ്കിലും ടീച്ചർ പറയാൻ തലയാട്ടി. ഞാൻ എല്ലാ കുട്ടികളെയും കൂട്ടും. പിന്നെ ഞങ്ങൾ വാ കുരുവി വരി കുരുവി ടോട്ടോയുടെ മടിയിൽ ഇരി കുരുവി എന്ന് പാടി തിമിർത്തു. അപ്പൊ കുടുംബത്തോടെ സൂക്കേടാണല്ലേ? ആ കോബയാഷുമാഷിന്റെ സ്കൂളാ നിങ്ങൾക്കൊക്കെ പറ്റിയത്. ടോട്ടോയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇനി പറ്റില്ല, ടീച്ചർ തറപ്പിച്ച് പറഞ്ഞു. കല്ലെടുത്തുമ്പി കളിച്ചു നടന്ന ടോട്ടോയെയും കൂട്ടി അമ്മ വീട്ടിലേക്ക് നടന്നു. എന്താ അമ്മേ, ഇന്ന് പഠിത്തമില്ലേ? നമുക്ക് വേറെ സ്കൂളിൽ പഠിക്കാം മോളെ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ടോട്ടോയെ ഏത് സ്കൂളിൽ ചേർക്കാനാ? അപ്പോഴാണ് കോബിയാഷ് മാഷിന്റെ പേര് അമ്മയുടെ മനസ്സിൽ തെളിഞ്ഞത്. വീട്ടിലെത്തിയ ടോട്ടോ തന്റെ നായ്ക്കുട്ടി റോക്കിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞാനേ പുതിയ സ്കൂളിൽ ചേരാൻ പോണല്ലോ. പിറ്റേന്ന് അവർ പുതിയ സ്കൂളിലെത്തി. പഴയ തീവണ്ടി മുറികളായിരുന്നു അവിടുത്തെ ക്ലാസ് മുറികൾ. അമ്മേ, എനിക്ക് ഈ തീവണ്ടിയിൽ കയറണം, ടോട്ടോ പറഞ്ഞു. മോളെ, ആദ്യം ഹെഡ് മാസ്റ്ററെ കാണണം, പിന്നീട് തീവണ്ടിയിൽ കയറാം. ഉറപ്പ്? ആ, ഉറപ്പ്. അമ്മയും മകളും കൂടി ഹെഡ് മാസ്റ്ററിന്റെ മുറിയിലേക്ക് കയറി. മൊട്ടത്തല, ചിരിക്കുന്ന മുഖം. ടോട്ടോയെ കണ്ടതും അമ്മയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് മാഷ് അവളോട് വർത്തമാനം പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്ററാണോ ഹെഡ് മാസ്റ്ററാണോ? ഞാനൊരു ഹെഡ് മാസ്റ്റർ ആണേ, മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ മോള് വിശേഷം പറയേ. എന്തും പറയാമോ? പിന്നെന്താ, എന്തും പറയാം. അവൾ എന്തൊക്കെയോ പറഞ്ഞു. ഇടയ്ക്ക് അവൾ ചോദിച്ചു, ഇനിയും പറയട്ടെ? പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് അവളുടെ നെറ്റിയിൽ തൊട്ടു. നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. ഇത് കേട്ട് അവൾ തുള്ളിച്ചാടി. തോമസ് സ്കൂളിലെ കളിച്ചിരികളും മാഷുമാരും കൂട്ടുകാരും എല്ലാം അവളെ മിടുക്കിയാക്കി. എല്ലാം കണ്ടും കേട്ടും തൊട്ടും പഠിച്ച് അവൾ വലിയ കലാകാരിയായി മാറിയിരിക്കുന്നു. അതിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ 1939 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ചീറിപ്പായുന്ന യുദ്ധവിമാനങ്ങളിലെ ബോംബ് വീണ് തോമസ് സ്കൂൾ തകർന്നു. അങ്ങനെ കുട്ടികളുടെ ആ സ്വർഗലോകം പൊട്ടി തകർന്ന് കത്തി ചാമ്പലായി. വർഷങ്ങൾക്ക് ശേഷം ടോട്ടോയ്ക്ക് തന്റെ പള്ളിക്കുട പെരുന്നടം കാണാൻ കൊതി തോന്നി. അവൾ കാർ ഓടിച്ചു ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട തോമസ് സ്കൂൾ ഇരുന്നിടം ഒരു വലിയ പാർക്കിംഗ് ഏരിയയായി മാറിയിരിക്കുന്നു. അടക്കാനാകാത്ത സങ്കടത്തോടെ അവൾ കാർ നിർത്തി. അവളുടെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. ടോട്ടോ ചാന്റെ ഈ കഥ ലോകമെങ്ങും ചൂടപ്പം പോലെ വിറ്റുപോയി. ആ കഥ വായിച്ച ഒരു കുട്ടി ജയിലിൽ കിടന്നുകൊണ്ട് ടെസ്കോ എന്ന ടോട്ടോയ്ക്ക് ഇങ്ങനെ എഴുതി, എനിക്ക് ടോട്ടോയുടെ അമ്മയെ പോലൊരു അമ്മയും കോബിയാഷി മാഷിനെ പോലെ ഒരു മാഷും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ പിള്ളേർ ജയിലിൽ പെടില്ലായിരുന്നു. ആ കത്ത് വായിച്ച ടോട്ടോ വിങ്ങി കരഞ്ഞു. നന്ദി, നമസ്കാരം.